അപ്പോൾ ഷാലു കിങ്, ഓക്കെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഷാലു കിങ്ങിനെ ഒട്ടുമിക്ക സോഷ്യൽ മീഡിയയിൽ ഡെയിലി കോണ്ടൻറ്റുകൾ സെർച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും. കോമഡി റീൽ വീഡിയോസ് ചെയ്യുന്ന, പ്രമോഷൻ വീഡിയോസിൽ കോമഡി റീൽസ് ചെയ്യുന്ന കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്. പ്ലസ് റിലേറ്റബിൾ കോണ്ടൻറ്റ്, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു റീലിലിട്ടിട്ട് മെൻഷൻ യുവർ ചങ്ക്, മെൻഷൻ യുവർ ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന തരം റീൽസ് ഉണ്ടാക്കുന്ന, പിന്നെ മോട്ടിവേഷൻ കോണ്ടൻറ്റ്, ഇതൊക്കെ ചെയ്യുന്ന ഷാലു കിങ് കാസർഗോഡുകാരനാണ്. ഷാലു കിങ് ഇപ്പോൾ കേസിൽ പെട്ടിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഈ കേസാണ്. വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല, ബിക്കോസ് വീഡിയോയ്ക്ക് പണി കിട്ടും. യൂട്യൂബർ മുഹമ്മദ് സാലി അറസ്റ്റിൽ. മുഹമ്മദ് സാലി എന്നാണ് ഷാലു കിങ്ങിൻ്റെ പേര്. ഞാൻ ഇന്ന് കേസിൽ ഈ ഒരു സംഗതി വന്നപ്പോഴാണ് മുഹമ്മദ് സാലി എന്നാണ് ഷാലുവിൻ്റെ പേര് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഞങ്ങളൊക്കെ ഷാലു കിങ് എന്നുള്ളത് തന്നെ നമുക്കറിയാൻ പാടുള്ളൂ. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലും നല്ല ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബിലും നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്നൊരു പ്രൊഫൈലാണ്. ഇതിപ്പോൾ എന്താ സീനറിയോ, ഇതേപോലെ ഇപ്പോൾ ഞാൻ ഷാലുവിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, കുറച്ച് വട്ടം കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതേപോലൊരു കേസ് വരുമ്പോൾ ഓടിപ്പിടിച്ച് കുറേ പേരൊക്കെ വളരെ സെൻസിബിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ബ്രോ ആ വിഷയത്തിലൊന്ന് സംസാരിക്കുന്നു. ചില ആളുകളും ഓടിക്കയറി വരും. ഇതേ വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം ഉണ്ടാക്കിയ ആളുകൾ എൻ്റെ അച്ഛനാന്നുള്ള പോലെ ഒരു വരവാണ്. എന്താണ് അണക്ക് അവനെക്കുറിച്ച് പറഞ്ഞാൽ, അണക്കെന്താ ഇവനെക്കുറിച്ച് പറഞ്ഞാൽ, എൻ്റെ കോണ്ടൻറ്റ് ക്രിയേറ്റർ അല്ലേ, എൻ്റെ ഇൻഫ്ലുവൻസർ അല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ വീട്ടിൽ തറവാട്ടിൽ മെഷീൻ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ അടിച്ച് വിടുന്നതല്ല കോണ്ടൻറ്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? കേൾക്കുമ്പോൾ കുറച്ചൊരു സങ്കടം തോന്നുന്നുണ്ട്. അവൻ ചെയ്തു, അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്തു, അത് അവൻ്റെ സ്വഭാവം. മനസ്സിലായോ? ഇതിപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, മത നേതാക്കന്മാർ, ഇവിടുത്തെ ഇനിയിപ്പോൾ പോലീസുകാർ, ഡോക്ടർമാർ, എല്ലാ കാറ്റഗറി ഓഫ് ആളുകളുണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ഇതേപോലെ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ കംപ്ലീറ്റ് ആൾക്കാരെയും പോയിട്ട് ഇങ്ങനെ പറയൂ. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് സാധനം കേട്ടോ. നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഇറിറ്റേഷൻ ആവുന്നുണ്ട് എന്നത് ഞാൻ പറയുകയാണ്. ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറിറ്റേഷൻ ആണെന്നിപ്പോൾ ഞാൻ പറഞ്ഞത്, ഇനി കൂടുതൽ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യും, എനിക്കറിയാം. ഇപ്പം എന്തായാലും അങ്ങനെ കുറേ ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിലെ 1-2 ഐറ്റമുകൾ എൻ്റെ പേഴ്സണൽ ഇൻബോക്സിൽ കയറി കണ്ടു. ഇനി വിഷയം എന്താണെന്നുള്ളത് ഞാൻ ന്യൂസിൽ വന്ന സൈഡ് ഞാനിവിടെ വയ്ക്കാം. അപ്പോൾ കൊയിലാണ്ടി പോലീസാണ് ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതിൻ്റെ വിഷ്വൽ ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ന്യൂസ് ഒന്ന് കേൾക്കാം. പോക്സോ കേസിൽ ബ്ലോഗർ അറസ്റ്റിൽ. കാസർഗോഡ് ചിലമ്പാടി സ്വദേശി മുഹമ്മദ് സാലിയാണ് കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ഇയാളെ പിടികൂടിയത്. അറസ്റ്റിലായ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് സാലി സോഷ്യൽ മീഡിയ സ്റ്റാറാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം ലക്ഷക്കണക്കിന് സബ്സ്ക്രിപ്ഷൻസും ഫോളോവേഴ്സും ഒക്കെയുള്ള ആളാണ്. 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് അറസ്റ്റിലായിട്ടുള്ളത്. പ്രതി 35 വയസ്സുകാരനാണ്. ഇയാൾ വിദേശത്തായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത്. ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. 7 വർഷമായി സോഷ്യൽ മീഡിയയിൽ സജീവമായി വീഡിയോകൾ ചെയ്യുന്ന ആളാണ്. യൂട്യൂബിൽ ഷാലു കിങ് മീഡിയ എന്ന പേരിലാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. 2016 ഇയാൾ വിവാഹം കഴിച്ചിരുന്നതിൽ 3 മക്കളുമുണ്ട്. ആദ്യ ഭാര്യയുമായി ഇണങ്ങിയ സമയത്താണ് ഈ പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നത്. ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും വഴി ആദ്യമേ തന്നെ സംസാരിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു. പിന്നീട് കൂടുതൽ പരിചയത്തിലായി കുട്ടിയെ വിവാഹം കഴിക്കാമെന്നൊക്കെ, അതായത് പ്രായം പോലും പരിഗണിക്കാതെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. വിദേശത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നതും. കൊയിലാണ്ടി പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ വിദേശത്തേക്കും പോയി. തുടർന്നാണ് ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചത്. തിരികെ എത്തും വഴി ഏതായാലും പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്ത വിവരം പോലീസ് ഷാലു കിങ്ങിനെ അറിയിച്ചെങ്കിലും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു. വിദേശത്ത് വച്ചാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ ഉള്ളത്. വിദേശത്ത് താമസിച്ച് പഠിച്ചിരുന്ന 14 വയസ്സുകാരിയായ പെൺകുട്ടി പ്രതിയുടെ ഇൻസ്റ്റാഗ്രാം ആരാധികയായിരുന്നു. ആരാധന വഴിവിട്ട രീതിയിലേക്ക് മാറിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇത് അവഗണിച്ച് പ്രതി മുന്നോട്ട് പോയതോടെയാണ് പരാതി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. എന്നാൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് താനാണ് വിവരം അറിയിച്ചതെന്നും പ്രതി അവകാശപ്പെടുന്നുണ്ട്. പെൺകുട്ടി പിന്മാറാത്തതുകൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടായതെന്നും ഇയാൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെയാണ്
കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇവിടെ പലരും ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്നത് കണ്ടു. ന്യൂസിലാണെങ്കിലും അല്ലാതെ കുറേ റീൽസിനടിയിലും പെൺകുട്ടിക്ക് അറിയാൻ പാടില്ലായിരുന്നു, പെൺകുട്ടി എന്താ അങ്ങനെ. ഇതിൽ പെൺകുട്ടീനെ പറയേണ്ട ഒരു കാര്യമില്ല. 14 വയസ്സുള്ളൊരു പെൺകുട്ടി, അതായത് ആ കുട്ടിക്ക് 14 വയസ്സുള്ള സമയത്ത്, ഇപ്പോൾ പണ്ടൊക്കെ മോഹൻലാലിനോടും മമ്മൂട്ടിനോടും അല്ലെങ്കിൽ സിനിമയിൽ കാണുന്നൊരു ഫിഗറിനോടും ആവും ചിലപ്പോൾ എന്ത് തോന്നുക, ആരാധന തോന്നുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന വഴിക്ക് ബസ് ഓടിക്കുന്ന ചേട്ടന്മാർ, JCB ഓടിക്കുന്ന ചേട്ടന്മാർ, അല്ലെങ്കിൽ കുറച്ചൊരു പൗരുഷമുള്ളൊരു ഫിഗറിനോട് ചിലപ്പോൾ തോന്നാം. ചിലപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടേ. ഇപ്പോൾ ഈ റീൽസ്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കാറ്റഗറി ഇന്നവിറ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റിയലാന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് ഒരു ഇൻഫാക്ച്വേഷൻ ചിലപ്പോൾ തോന്നാം. 14 വയസ്സിൽ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു ഇൻഫാക്ച്വേഷൻ തോന്നി. അങ്ങനെ ഒരു ഇൻഫാക്ച്വേഷൻ തോന്നിക്കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഓപ്പോസിറ്റ് ആ കുട്ടി ആരോടാണോ പോയി പറയുന്നത് ആ വ്യക്തിയുടെ കടമയാണ്. അത് ചെയ്യണം. മനസ്സിലായോ? ഷാലുവിനെ പോലുള്ള ഒരാൾ, ഇപ്പം ഞാൻ എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഷാലു ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിൽ കുട്ടികളുണ്ട്. പിന്നൊരു വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. 2 വിവാഹം കഴിച്ചൊരു വ്യക്തിയാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അതിൽ കുട്ടികളില്ല. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു സൈഡിലുണ്ട് അയാൾക്ക് പേഴ്സണൽ ലൈഫിൽ. സോ ഓൾറെഡി ഒരു ഫാമിലി മാനാണ്. സോ ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് മക്കളുള്ള ഒരു അച്ഛന് വേറൊരു കുട്ടിക്ക് 14 വയസ്സുള്ളൊരു കുട്ടിയാണ്, ഷാലുവിന് 14 വയസ്സുണ്ട്, പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. ഓക്കെ, ആസ് എ ബ്രദർ പറഞ്ഞു കൊടുക്കാം, എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പറഞ്ഞു കൊടുത്തിട്ടും കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ ഫ്രണ്ട്സിനോട് ഞാൻ ഷാലുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത സമയത്ത് അവരൊക്കെ കാണുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ്. ഫൈൻ, കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കും, അവരൊക്കെ ഈ ബന്ധം വിടാനും പറഞ്ഞു കാണും. ഒരു കുട്ടി, ചില കുട്ടികളുണ്ട് അങ്ങനെ, അവർ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും. ഓക്കെ, ഇതിന് മുമ്പുണ്ടായൊരു കേസിൽ ഇതേ ഒരു അവസ്ഥ എനിക്കറിയാം. ഞാൻ ആ കേസ് ഇനി കോടതിയിൽ ചെന്ന് അതിൻ്റെ തീരുമാനമായിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് പറയാം. ഇതേപോലൊരു കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ കേസ്, അവിടെ ഒരു സിമിലർ പാറ്റേൺ ആയിരുന്നു. ഓക്കെ, പ്രായപൂർത്തിയാവാത്ത കുട്ടിക്ക് അയാളോട് ഭയങ്കരമായിട്ടുള്ളൊരിത്, പിന്നെ പ്രായപൂർത്തി ആയതിനു ശേഷം അവർ റിലേഷൻ എന്നൊക്കെ പറഞ്ഞു പോയി, പിന്നെ മുന്നേ പോയി കേസ് കൊടുത്തു എന്നുള്ളൊക്കെ സീനായിരുന്നു. അതിൽ കുറച്ച് എവിഡൻസും കാര്യങ്ങളൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കോടതിയിൽ കേസും കൂട്ടൊക്കെ ആയി നടക്കുന്നത്, ഇനി ആ എവിഡൻസ് കോടതിയിലാണല്ലോ പോകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഞാൻ എൻ്റേതായ രീതിയിൽ അന്വേഷിച്ച് മനസ്സിലായത് 14 വയസ്സുള്ള കുട്ടി, ഇപ്പം കുട്ടിക്ക് 17 വയസ്സ്, ഇഫ് ഐ എം നോട്ട് റോങ്, 3 കൊല്ലത്തെ റിലേഷനാണ്. സോ ഇവിടെ കൃത്യമായിട്ട് പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അവരുടെ പാരൻസാണ്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, പ്രായപൂർത്തിയായ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓളെന്തിനോ അവൻ്റെ ഒപ്പം പോയി. ഒരു കുട്ടിയെ പറഞ്ഞ് മിസ്ലീഡ് ചെയ്ത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. മനസ്സിലായോ? ആഫ്റ്റർ ഓൾ ആ കുട്ടി അയാളുടെ ഭയങ്കര ഡൈഹാർഡ് ഫാനാന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം. അത് ശരിക്കും ആ കുട്ടിയെ മുതലെടുക്കലാണ്. മനസ്സിലായോ? അതിലൊന്നും ഒരാളെയും സപ്പോർട്ട് ചെയ്യാനോ അയ്യോ അതോ അവൻ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ പറ്റിപ്പോയി, നോ, പറ്റാൻ പാടില്ല, പറ്റാനേ പാടില്ല. അതുകൊണ്ട് ആ പെൺകുട്ടിയെ പോയിട്ടോ അല്ലെങ്കിൽ പെൺകുട്ടിയെ ഫാമിലിനോട് പറയുന്ന അതൊന്നും എനിക്ക് പേഴ്സണലി അതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളല്ല. നമ്പർ 1. നമ്പർ 2, മോട്ടിവേഷൻ കണ്ടൻറ്റുകൾ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഷാലു. ഓക്കെ, ഷാലുവിൻ്റെ കുറേ മോട്ടിവേഷൻ കോണ്ടൻറ്റുകളുണ്ട്, ഞാൻ അവിടെ സൈഡിൽ വയ്ക്കാം. ഉസ്താദുമാരെ ട്രോളാൻ പാടില്ല, പിന്നെ ഹിന്ദു മുസ്ലിം കല്യാണത്തിൻ്റെത്, ലഹരിക്കെതിരെ, അങ്ങനെ കുറേ സാധനങ്ങൾ ഷാലു ചെയ്തിട്ടുണ്ട്. എനിക്ക് എക്സാമ്പിളായിട്ട് ഞാനൊരു സാധനം സൗണ്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പ്ലേ ചെയ്തുതരാം. ഏതോ അലവലാത്തി എന്തെങ്കിലും ചെറ്റത്തര കാണിച്ച് നടത്തിട്ട് മൊത്തം മൊയിലാമാരെ കളിയാക്കല്ല വേണ്ടത്. നീ കഞ്ചാവ് വലിക്കുന്നുണ്ടാ? ഇല്ല. നീ കള്ളു കുടിക്കുന്നുണ്ടാ? ഇല്ല. നിങ്ങളെ ടീമിൽ ആരെങ്കിലും ഒരാൾ ഇത് രണ്ടും ചെയ്തിട്ട് നിങ്ങൾ മൊത്തത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് അവരുടെ വിഷമം. നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയ യൂസ് ആക്കാണ്ടെന്നൊന്നും പറയുന്നില്ല, യൂസ് ആക്കണം. അതിൽ നല്ലതും ചീത്തം തിരിച്ചറിയണം. ഒരു സമൂഹത്തിന് ചവിട്ടിത്താത്തുമ്പോൾ അതിന്റെ കൂടെ ഒന്ന് തുള്ളണ്ടല്ല വേണ്ടത്. അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏത് വിഭാഗക്കാരായാലും നമ്മളെ നാട്ടുകാരാണെന്ന് അറിയുന്ന ഒരു ബോധം ഉണ്ടാകുന്നത് നല്ലതാ. പിന്നെ മൊയിലാമാരെല്ലാരും നല്ലതെന്ന് ഞാൻ പറയല, അതിലുള്ള ചില വൃത്തിയാട്ടവന്മാരാണ് ഇങ്ങനത്തെ ഓരോന്ന് ഒപ്പിച്ചിട്ട് വെക്കുന്നത്. എന്ന് വെച്ചിട്ട് മൊത്തം മൊയിലാമാരെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇത്ര ദിവസം തുള്ളില്ല റുസ്റ്റാമോളെന്ന് പറഞ്ഞിട്ട്, അതൊരു പാവം പിടിച്ചൊരു പെണ്ണിന്റെ ലൈഫ് വെച്ചിട്ട് കളിക്കുന്ന ഒരു ബോധം ഉണ്ടായിക്കോട്ടെ. അത് നാളെ നമ്മളെ കുടുംബത്തിൽ നമ്മളെ പെങ്ങൊക്കെ ഉമ്മൊക്കെ വരുമ്പോഴാണ് അതിന്റെ സിറ്റുവേഷനും അതിന്റെ വിഷമം ഒക്കെ മനസ്സിലാവത്ര. അത് മനസ്സിലാക്കിയാലും നന്ന്. ഓക്കെ, ഈ കണ്ടന്റിനകത്ത് എല്ലാം ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് എല്ലാ ആസ്പെക്ട്സും ഷാലു ആ കണ്ടന്റിനകത്ത് വെച്ചിട്ടുണ്ട്.
സോ അങ്ങനത്തെ ഒരു മോട്ടിവേഷണൽ സാധനം ചെയ്യുന്ന ഒരാൾക്ക് ഓബ്വിയസ്ലി അയാൾ എന്തിലേക്കാണ് പോകുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു ബോധം വേണം. മനസ്സിലായോ? പിന്നെ അതല്ല ഇപ്പോൾ ഗൾഫിലാണ് ഇത് നടന്നിട്ടുള്ളത്, ഓക്കെ, അബ്രോഡാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ പറയാം എന്നെ അവർ ഡിഗ്രിക്ക് പഠിക്കാമെന്നോ പ്രായപൂർത്തിയായി എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു എന്നുള്ളൊരു വേർഷൻ പറയാം. ബട്ട് സ്റ്റിൽ 14 വയസ്സുള്ളൊരു കുട്ടി കുറച്ച് കാലം റിലേഷനിലാവുമ്പോൾ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാനോ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാനോ പറ്റാതിരിക്കുമോ? ഒരു ചോദ്യം. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചു, ഓക്കെ, റിലേഷൻസ് ആർ സംതിങ് ഡിഫറെൻറ്റ്. ബട്ട് ഞാൻ ചോദിക്കുന്നത്, ചെറിയ കുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഒരു ഫിസിക്കൽ റിലേഷനിലേക്ക് പോകുന്നത് അത് ആക്സെപ്റ്റബിൾ ആണോ? ഒരിക്കലും അല്ല. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഓബ്വിയസ്ലി ഷാലുവിൻ്റെ സൈഡ് പറയാൻ കാണും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞൊരു വേർഷൻ വെച്ച് നോക്കുമ്പോൾ അതൊന്നും എവിടെയും കണക്റ്റ് ആവുന്നില്ല. ഓക്കെ, കണക്റ്റ് ആവണില്ല എന്നല്ല, അതൊന്നും കൺവിൻസിങ് അല്ല. മനസ്സിലായോ? ഇതിപ്പോൾ മനസ്സിലായില്ല, അന്ന് ആ കുട്ടി അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അത് അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി, അല്ലെങ്കിൽ ആ കുട്ടിയെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ആ കുട്ടിയോട് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഈ ന്യൂസ് പറഞ്ഞാൽ എന്താ, ഷാലു ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്കതൊരു ലോജിക്ക് ഉള്ളതോ അല്ലെങ്കിൽ അതൊരു കാര്യപ്പെട്ട സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടില്ല, എനിക്ക് തോന്നിയിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആ കുട്ടിയെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഒരു കാര്യത്തിനും നമുക്ക് കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ പരിപാടിക്കോ പറ്റില്ല. അത് ചെയ്യാതിരിക്കുക. ഷാലുവിനെ പോലുള്ള ആളുകൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക അതൊരു വഴിയില്ല. ഓക്കെ, സ്വയം റെസ്പോൺസിബിലിറ്റി എടുത്താലേ നമുക്ക് മര്യാദയ്ക്ക് ഈ സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ വ്യൂവേഴ്സിന് മുന്നിൽ നമ്മൾ മര്യാദയ്ക്ക് പോകുക എന്നുള്ളത്. അലമ്പ് കേസുകളിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കോണ്ടന്റുകൾ ചെയ്യുമ്പോൾ, മനസ്സിലായില്ലേ? കുറേ വേറെ കോണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും ചിലപ്പോൾ എന്തെങ്കിലും കേസ് വരുമ്പോൾ ആൾക്കാരും ഇപ്പം എൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. ഞാൻ നാളെ അത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ലഹരിക്കെതിരാണ്, ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഗതി ഞാൻ എങ്ങാനും ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംഗതിയിൽ ജസ്റ്റ് അന്നാ ജിൻഡോ നാറി പോയിട്ടൊരു സാധനം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഇതിൽ വിശ്വസിച്ച് കുറേ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇല്ലാത്തൊരു സാധനം കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനത്തെ വല്ല സാധനത്തിനും പോയി പെട്ട് കഴിഞ്ഞുള്ള അവസ്ഥ എന്താ? അപ്പോൾ അത് നമ്മളെ ബോധം വേണം, നമ്മളെ തലയ്ക്കകത്ത് വേണം, നമുക്കത് വേണം. പിന്നെ ഇവൻ കുറേ കാലമായിട്ട് ദുബായിലായിരുന്നു. ഷാലു ദുബായി പോവും വരും എന്നുള്ള സ്കീമുമാണ്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ റെസ്പോൺസിബിൾ ആവുക. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി സൊസൈറ്റിയോടുണ്ട്. ഓക്കെ, പിന്നെ ഇൻഫ്ലുവൻസർ, കോണ്ടൻറ് ക്രിയേറ്റർ, നിങ്ങൾ എന്ത് പേരിട്ടിട്ടും നമ്മളെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള എന്നെ പോലുള്ള പ്രൊഫൈലുകൾ നിങ്ങൾക്ക് വിളിക്കാം, കാര്യങ്ങൾ പറയാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മളൊന്നും റിയൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ബിഗ് ബോസ് പോയി വന്നപ്പോഴും പറയുന്നുണ്ട്, സീക്രട്ട് ഏജൻറ് ഈസ് എ ഡിഫറെൻറ്റ് എൻറ്റിറ്റി, സായി കൃഷ്ണ ഈസ് എ ഡിഫറെൻറ്റ് എൻറ്റിറ്റി. റിയൽ ഈസ് നോട്ട് റിയാലിറ്റി. ആദ്യം മനസ്സിലാക്കേണ്ടത് അതാ. റീൽ എന്ന് പറയുന്നത് റിയൽ അല്ല. റീൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ കാണുന്ന 10 മിനിറ്റ് ലിപ്സിങ് മാത്രമല്ല, ദിസ് ഈസ് ഓൾസോ റീൽ. മനസ്സിലായി? ഞാൻ ഈ കണ്ടന്റിൽ പറയുന്നത് റീലാണ്. മനസ്സിലായില്ല? അപ്പോൾ റിയാലിറ്റി എന്നുള്ളത് ഡിഫറൻസ് മനസ്സിലാക്കുക മാത്രം. കുട്ടികളോടും കൂടിയാണ് പറയുന്നത്. നിങ്ങൾ ഫോണിൽ കാണുന്ന എല്ലാവരും അത് റിയൽ അല്ല. റിയാലിറ്റി സംതിങ് ഡിഫറെൻറ്റ്. അതും കൂടി നിങ്ങളും മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് പാരൻസിനോടും. ഓക്കെ, ഒരു കുട്ടിക്കൊരു ബിഹേവിയർ ചേഞ്ച് കണ്ടാലോ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അറിഞ്ഞാലോ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുക മാക്സിമം. ബിക്കോസ് മൊബൈലും നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നവിറ്റബിൾ സിറ്റുവേഷനും സാധനങ്ങളുമാണ്. കൂടുതലല്ലാതെ കുറയൊന്നുമില്ല ഇതൊന്നും. ഓക്കെ, കുറച്ചും കൂടി ടൈം കുട്ടികളൊപ്പം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അവരുടെ റിയൽ സ്റ്റാർസ് ആരാ എന്നൊക്കെ തിരിച്ചറിയാൻ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട പാരൻസ് തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ. വേറെ ആരെ കൊണ്ടുപോയി ചെയ്യാനും പറ്റില്ല. ഓക്കെ, അതാണ് ഷാലു കിങ്ങിൻ്റെ കേസ്. എത്ര കാലം അകത്ത് കിടക്കും, എന്ത് നടക്കും, ഇനി പുറത്ത് വന്നിട്ട് അവൻ്റെ വേർഷൻ എന്താണെന്നുള്ളതൊക്കെ അവൻ പറയുമ്പോൾ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.